ഹായ്, നമുക്കിന്ന് ഗോതമ്പപ്പം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ വെള്ളയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്, നല്ല ഹെൽത്തിയുമാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അവൽ. ഞാനിവിടെ ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ള അവലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പം അവലില്ലെങ്കിൽ 1/4 കപ്പ് ചോറ് ചേർത്താൽ മതി. ഇനി 3/4 ടീസ്പൂൺ ഈസ്റ്റ് വേണം. 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അരയ്ക്കുമ്പോൾ ആദ്യം ഗോതമ്പ് മാവും തേങ്ങയും അവലും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങയും അവലൊക്കെ നന്നായിട്ട് അരഞ്ഞ് സ്മൂത്തായിട്ട് വരുമ്പോൾ ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അല്ലാതെ ഞാൻ ഈസ്റ്റ് സെപ്പറേറ്റ് വെള്ളത്തിൽ പഞ്ചസാരയും ചേർത്തിട്ട് പൊങ്ങാൻ വെച്ചിട്ട് ഇതിലോട്ട് ചേർക്കുന്നില്ല, ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊങ്ങാൻ വയ്ക്കുന്നത് പോലെ ഇതും ഒരു 8-10 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ചേർക്കണം. മാവ് കുറച്ച് കട്ടി കൂടുതലാണ്. ഞാൻ ഇതിലോട്ട് 1 തവി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ മാവ് അരച്ചപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞില്ല. ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയെ പോലെ ഇരിക്കും. ചില ഗോതമ്പ് പൊടിക്ക് നല്ലപോലെ വെള്ളം വേണ്ടി വരും. അപ്പം നമ്മൾ സാധാരണ വെള്ളയപ്പത്തിനൊക്കെ അരയ്ക്കുന്ന കട്ടിയിൽ അരച്ചെടുക്കുക. ഈ അപ്പത്തിൻ്റെ മാവ് കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം. ഈ അപ്പത്തിൻ്റെ മാവ് ഇളക്കുമ്പോൾ കോരി ഒഴിച്ചിട്ട് ഇളക്കുകയും ചെയ്യരുത്. ഈ പതയൊന്നും പോവരുത്. അങ്ങനെ ആയാൽ നമ്മുടെ അപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കില്ല. അതാണ് ഈ ലാസ്റ്റ് വരുന്ന അപ്പമൊക്കെ നല്ല കട്ടിയായിട്ട് വരുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി സാധാരണ നമ്മൾ അപ്പം ചുടുന്ന പോലെ തന്നെ ഇതും ചുറ്റിച്ചെടുക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വേവിക്കുമ്പോൾ തീ മീഡിയത്തിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ അടുത്ത അപ്പവും ഉണ്ടാക്കിയെടുക്കാം. എല്ലാ അപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന എല്ലാ കറിയും കൂട്ടി ഇതും കഴിക്കാം. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.